أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ടും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോട് എല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഴക്കെടുതികളും പ്രളയ സമാനമായ സാഹചര്യങ്ങളും നമ്മുടെ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളെ ഏറെ പ്രതിസന്ധിയിലാക്കിയ ഒരാഴ്ചയാണ് കടന്നുപോയത്. ഇന്നത്തെ കണക്കനുസരിച്ച് 28 പേര് മരണപ്പെടുകയും കുറച്ചാളുകളെയെങ്കിലും കാണാതാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പ്രളയ ലക്ഷണങ്ങളെല്ലാം പൂർണ്ണമായും നീങ്ങി എല്ലാ പ്രദേശങ്ങളെയും അല്ലാഹു താമസയോഗ്യമാക്കുമാറാവട്ടെ. ഇത്തരം ഘട്ടങ്ങളിൽ ഒരു വിശ്വാസിയുടെ ദൗത്യം, അതല്ലെങ്കിൽ സമൂഹത്തിന്റെ കടമ എന്തെല്ലാം എന്ന് വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഴക്കെടുതി, പ്രളയം എന്നൊക്കെ പറയുമ്പോൾ അത് ഏകദേശം എല്ലാ വർഷങ്ങളിലും എന്ന പോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നിലയിലുള്ള മഴയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് റബ്ബിന്റെ വലിയ അനുഗ്രഹമാണ്. സാധാരണ മഴ റബ്ബിന്റെ വലിയ അനുഗ്രഹമായിട്ടാണ് ഖുർആൻ വിവിധ ഇടങ്ങളിൽ പരാമർശിക്കുന്നത്. വിശ്വാസികളോട് അല്ലാഹു പറയാൻ, വിശ്വാസികളോട് എന്നല്ല ജനങ്ങളെ വിളിച്ച് ആഹ്വാനം ചെയ്തുകൊണ്ട് അല്ലാഹു പറയാൻ, യാ അയ്യുഹൻ നാസു ഉബ്ദു റബ്ബകുമുൽ ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ കീഴ്പ്പെടുകയും നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച രക്ഷിതാവിന് നിങ്ങൾ കീഴ്പ്പെടുകയും നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി. ആരാണ് നിങ്ങളുടെ രക്ഷിതാവ്? അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅ. നിങ്ങൾക്ക് ഈ ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്ന പടച്ചവൻ, ആകാശത്തെ നിങ്ങൾക്ക് ഒരു എടുപ്പാക്കി തന്ന പടച്ചവൻ. വഅൻസല മിനസ് സമാഇ മാഅ. റബ്ബിന്റെ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ എണ്ണി പറയുന്നയിടത്ത് അള്ളാഹു പറയാണ്, ആ റബ്ബിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ആ റബ്ബിന്റെ അനുഗ്രഹങ്ങളെ പരാമർശിച്ചുകൊണ്ട് പറയാണ്, വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. ആ നാഥൻ നിങ്ങൾക്ക് മാനത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തന്നു. അത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. ആ മഴയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഭൂമിയിലെ ജീവിതം സാധ്യമാവുന്നത്. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. നിങ്ങൾക്ക് വിഭവമായി വ്യത്യസ്തങ്ങളായ കായ്ക്കനികൾ ലഭ്യമാവുന്നത്, ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അല്ലാഹു നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നത് അത് ആ മഴവർഷത്തിലൂടെയായിരുന്നു, മഴ പെയ്യിപ്പിച്ചുകൊണ്ടായിരുന്നു. ആ മഴ പെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വലിയ നിഅമത്താണ്, വലിയ അനുഗ്രഹമാണെന്ന് പരാമർശിച്ചതിന് ശേഷമാണ് അല്ലാഹു പറഞ്ഞത്, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ പകരക്കാരെ സ്വീകരിക്കാൻ പാടില്ല. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ പഠിച്ച അല്ലാഹുവിനെ മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് പറയുമ്പോ ആ റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ എണ്ണിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ എണ്ണിയ ഒന്നായിരുന്നു മഴ വർഷിപ്പിച്ചു തന്നു എന്നുള്ളത്. സഹോദരങ്ങളെ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കൽ റബ്ബിന്റെ വലിയ നിഅമത്തുകളിൽ ഒന്നായിട്ടാണ് അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. കാരണം അതില്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യജീവിതം എന്നല്ല ഒരു ജീവിയുടെ ജീവിതവും സാധ്യമാവില്ല. കാരണം പഴങ്ങളും കായ്ക്കനികളും സസ്യലതാദികളും ഭൂമിയിൽ വളരുന്നത്, ഈ ഭൂമി തന്നെ സജീവമാകുന്നത് മഴ പെയ്യുന്നതിലൂടെയാണ്. അതുകൊണ്ട് സാധാരണ മഴ, മനുഷ്യർക്ക് ആവശ്യമായ നിലയിലുള്ള സാധാരണ മഴ എന്ന് പറയുന്നത് റബ്ബിന്റെ വലിയ അനുഗ്രഹമാണ്.
അതിലൂടെയാണ് നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം ലഭിക്കുന്നത്. വേറൊരു വചനത്തിൽ അല്ലാഹു പറയാണ്, ആകാശത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം ഇറക്കിയിരിക്കുന്നു. മറ്റൊരു വചനത്തിൽ അല്ലാഹു വിശദീകരിക്കുകയാണ്, വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാരകം ഫഅംബത്നാ ബിഹി ജന്നാതിൻ വഹബ്ബൽ ഹസീദ്. ആകാശത്തിൽ നിന്നും അല്ലാഹു തആല ഇറക്കി തന്നിരിക്കുന്നു മാഅൻ മുബാരകൻ, അനുഗ്രഹീതമായ വെള്ളം. മഴവെള്ളത്തെ സംബന്ധിച്ച് പറയാൻ, അനുഗ്രഹീതമായ ജലത്തെ നിങ്ങൾക്ക് ആകാശത്തു നിന്നും അല്ലാഹു തആല ഇറക്കി തന്നിരിക്കുന്നു. ഫഅംബത്നാ ബിഹി ജന്നാതിൻ വഹബ്ബൽ ഹസീദ്. അതിലൂടെയാണ് നിങ്ങൾ തോട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ തോട്ടങ്ങളിൽ ചെടികൾ വളരുന്നത്, അല്ലാഹു തആല ചെടികളെ മുളപ്പിക്കുന്നത് ആ മഴവെള്ളത്തിലൂടെയാണ്. നിങ്ങൾക്ക് തോട്ടത്തിൽ ജലസേചനം നടത്തണമെങ്കിലും ജലാശയങ്ങളിൽ വെള്ളം വേണം, അതിനും മഴ വേണം. വഹബ്ബൽ ഹസീദ്, നിങ്ങളുടെ തോട്ടങ്ങളിൽ സസ്യോൽപാദനം അല്ലാഹു തആല നിങ്ങൾക്ക് നടത്തി തരുന്നത് ആ അനുഗ്രഹീതമായ വെള്ളത്തിലൂടെയാണ്. അതുപോലെ തന്നെ വഹബ്ബൽ ഹസീദ്, കൊയ്ത്ത് ധാന്യങ്ങൾ, ആ ധാന്യങ്ങളാണല്ലോ മനുഷ്യർ ആഹരിക്കുന്നത്. അതെല്ലാം തന്നെ ഈ മഴ വർഷിപ്പിച്ചതിലൂടെ, അല്ലാഹു മഴ വർഷിപ്പിച്ചതിലൂടെ മനുഷ്യന് പടച്ചതമ്പുരാൻ നൽകിയ അനുഗ്രഹമാണ് മഴ. ആ സാധാരണ മഴ എപ്പോഴും അനുഗ്രഹമാണ്. പേമാരിയെ സംബന്ധിച്ചല്ല, അതല്ലെങ്കിൽ വെള്ളപ്പൊക്കമുണ്ടാക്കുന്ന മഴയെ സംബന്ധിച്ചല്ല. സാധാരണ മഴ അല്ലാഹു വിവിധ വചനങ്ങളിലൂടെ റബ്ബിന്റെ വലിയ അനുഗ്രഹങ്ങളിൽ എണ്ണുകയാണ് സഹോദരങ്ങളെ. ബദറിന്റെ തലേ രാത്രി അല്ലാഹു തആല മഴ വർഷിപ്പിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് അനുഗ്രഹം ചെയ്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം രാത്രി അല്ലാഹു തആല വിശ്വാസികൾ അനുഗ്രഹിച്ചത് മഴ വർഷിപ്പിച്ചുകൊണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലിയുത്വഹിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ. എന്തിനാണ് മഴ വർഷിപ്പിച്ചത്? നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി, പിശാചിന്റെ മാലിന്യത്തെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയാൻ വേണ്ടിയും, നിങ്ങളുടെ ഹൃദയങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയും, നിങ്ങളെ പോരാട്ട ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയും അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല ഒരു മഴ വർഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്തു എന്ന് പറയാൻ. എന്ന് ബദറിന്റെ തലേ ദിവസം. സഹോദരങ്ങളെ, മഴ, സാധാരണ നിലക്കുള്ള മഴ അല്ലാഹുവിന്റെ അനുഗ്രഹമാണെന്ന് ധാരാളം വചനങ്ങളിൽ, അത്തരം വചനങ്ങൾ എണ്ണുകയാണെങ്കിൽ, പരാമർശിക്കുകയാണെങ്കിൽ, വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു വെള്ളിയാഴ്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഹലകത്തിൽ മവാശി വൻഖതഅത്തി സുബുലു ഫദഉല്ലാഹ യുഗൈതനാ. അല്ലാഹുവിന്റെ ദൂതരെ, കാലികളെല്ലാം നശിച്ചു പോയിരിക്കുന്നു, വല്ലാത്ത വരൾച്ച ഞങ്ങളെ ബാധിച്ചിരിക്കുകയാണ് പ്രവാചകരെ, കാലികളെല്ലാം നശിച്ചു പോയിരിക്കുന്നു. വൻഖതഅത്തി സുബുൽ, മാർഗങ്ങൾ, വഴികൾ അടഞ്ഞു പോയിരിക്കുന്നു പ്രവാചകരെ. ഫദഉല്ലാഹ യുഗൈതനാ, ഞങ്ങൾക്കൊരു നല്ല മഴ കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുകരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴാണ് ഇതെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. പ്രവാചകൻ മിമ്പറിൽ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നുകൊണ്ട് പറയാണ്, പ്രവാചകരെ, കാലികളെല്ലാം നശിച്ചുപോയി, വഴികളെല്ലാം അടഞ്ഞുപോയി, അതുകൊണ്ട് അല്ലാഹുവോട് നല്ലൊരു മഴയ്ക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ഒരു നല്ല മഴ ലഭിക്കാൻ വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിച്ചാലും. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ലൊരു മഴ നീ വർഷിപ്പിച്ചു തരണമേ, നല്ലൊരു മഴ നീ വർഷിപ്പിച്ചു തരണമേ, നല്ലൊരു മഴ നീ വർഷിപ്പിച്ചു തരണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്താണ് അപ്പോൾ സംഭവിച്ചത്? അല്ലാഹുവാണേ സത്യം. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, പടച്ചവനാണേ സത്യം, ആകാശത്ത് ഒരു മേഘത്തുണ്ട് പോലും ഞാൻ കണ്ടിരുന്നില്ല. റസൂലുള്ള പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് ആകാശത്ത് ഒരു മേഘത്തുണ്ട് പോലും ഞാൻ കണ്ടിരുന്നില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചപ്പോൾ സൽഅ മലയുടെ പിന്നിൽ നിന്ന് ഒരു പരിച പോലുള്ള മേഘം ഉയർന്നു വന്നു. അത് ആകാശ മധ്യത്തിലെത്തിയപ്പോൾ പരന്നു, പിന്നെ നല്ല ഒരു മഴ പെയ്തു എന്നുള്ളതാണ്. 6 ദിവസം ഞങ്ങൾ സൂര്യനെ കണ്ടതേയില്ല, വെയിലറിച്ചതേയില്ല. 6 ദിവസത്തെ തുടർച്ചയായ മഴ. പക്ഷെ അതൊരു വെള്ളപ്പൊക്കത്തിലേക്കാണ് പിന്നീട് പോകുന്നത് എന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം
ജുമുഅ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ വേറൊരു സ്വഹാബി വന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, തഹദ്ദമൽ ബിനാ, കെട്ടിടങ്ങളെല്ലാം തകർന്നു പോയിരിക്കുന്ന പ്രവാചകരെ, കെട്ടിടങ്ങളെല്ലാം തകർന്നു പോയി. വഗരിഖൽ മാൽ, സമ്പത്ത് നശിച്ചു പോയി പ്രവാചകരെ. ഫദുഅല്ലാഹ ലനാ, അല്ലാഹുവോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഈ പ്രളയമൊന്ന്, ഈ പേമാരിയൊന്ന് അവസാനിക്കേണ്ടതുണ്ട്, ഈ മഴയുടെ ശക്തി ഒന്ന് കുറഞ്ഞു കിട്ടേണ്ടതുണ്ട്. കെട്ടിടങ്ങൾ തകർന്നിരിക്കുന്നു, സമ്പത്ത് നശിക്കുകയാണ് പ്രവാചകരെ. അല്ലാഹുവോടെ ഈ മഴയൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടി പടച്ചവനോടൊന്ന് പ്രാർത്ഥിച്ചാലും. അള്ളാഹുവിന്റെ ദൂതൻ അപ്പോഴും പ്രവാചകന്റെ ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. അള്ളാഹുവിന്റെ ദൂതന്റെ പ്രാർത്ഥന, പടച്ചോനെ മഴ ഇനി ഒരിക്കലും വേണ്ട എന്നല്ല. റസൂലുള്ള പ്രാർത്ഥിക്കുന്ന വളരെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, പടച്ച തമ്പുരാനെ ഞങ്ങൾക്ക് മീതെ മഴ വേണ്ട, ഞങ്ങൾക്ക് ചുറ്റും മതി. ഞങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള മഴ വേണ്ട. പടച്ചവരെ ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങൾക്ക് സന്തോഷവും അനുഗ്രഹവുമാവുന്ന മഴ മതി. അതാണ് അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. അല്ലാഹുമ്മ അലൽ അഖാമി വദ്ദിറാബി വബുതൂനിൽ ഔദിയത്തി വമനാബിത്തിശ് ശജർ. പടച്ച തമ്പുരാനെ, അല്ലാഹുമ്മ അലൽ അഖാം, കുന്നിൻ മുകളിൽ മഴ പെയ്തോട്ടെ, വദ്ദിറാബ്, ചെറുമലകൾക്ക് മുകളിലും മഴ പെയ്തോട്ടെ, വബുതൂനിൽ ഔദിയ, താഴ്വരകളുടെ അടിഭാഗങ്ങളിലും, വമനാബിത്തിശ് ശജർ, അതുപോലെ മരങ്ങൾ മുളക്കുന്നിടത്തും മഴ പെയ്യട്ടെ. മഴ പടച്ചവനെ ആവശ്യമുള്ളിടത്ത് മാത്രമാക്കേണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് ചുറ്റുമാക്കേണമേ. പടച്ച തമ്പുരാനെ ഞങ്ങൾക്ക് മീതെ മഴയാക്കിക്കൊണ്ട് മഴയിലൂടെ ഞങ്ങളും ഞങ്ങളുടെ സ്വത്ത് വകകളും ഞങ്ങളുടെ പുരയിടങ്ങളും ഞങ്ങളുടെ ബിൽഡിങ്ങുകളും എല്ലാം നശിച്ചു പോകുന്ന ഒരു സാഹചര്യം പടച്ചവനെ നീ ഉണ്ടാക്കല്ലേ എന്ന് അല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയായിരുന്നു. മഴ പരിധി വിടുമ്പോൾ ഒന്നാമതായി വിശ്വാസി ചെയ്യേണ്ടത് എന്താണ് എന്നാണ് ഇത് നമുക്ക് നൽകുന്ന പാഠം. ഒന്നാമത്തെ പാഠം പ്രാർത്ഥിക്കുക എന്നതാണ്. മഴ ഒരിക്കലും പെയ്യാതിരിക്കാനല്ല, മഴ പെയ്യേണ്ടിടത്ത് മാത്രം പെയ്യാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ആ പ്രാർത്ഥന. അല്ലാഹുമ്മ ഹവാലൈനാ ലാ അലൈനാ, അല്ലാഹുമ്മ അലൽ അഖാമി വദ്ദിറാബി വബുതൂനിൽ ഔദിയത്തി വമനാബിത്തിശ് ശജർ. അതാണ് പ്രളയകാലത്ത് നടത്തേണ്ടുന്ന പ്രാർത്ഥന. പ്രളയകാലത്ത് ഇതുപോലുള്ള ധാരാളം പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത്. രണ്ടാമതായി പറയാനുള്ള ആശയം ഇതാണ്. കേരളത്തിൽ പറഞ്ഞതുപോലെ വർഷാവർഷം എന്നതുപോലെ കാലവർഷക്കെടുതികൾ ശക്തിപ്പെടുകയാണ്. ഈ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് പൊതു സംവിധാനങ്ങളുടെ കൂടെ നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന പരിശീലനം സിദ്ധിച്ച കൂട്ടായ്മകൾ ആവശ്യമായ അളവിൽ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാവണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായപ്പോൾ വ്യത്യസ്തങ്ങളായ കോട്ടയം ജില്ലയുടെ ഓരോ പ്രദേശങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സന്നദ്ധ സംഘടനകൾ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രദേശങ്ങളിലും, വിശേഷിച്ചും പ്രളയ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലും പരിശീലനം സിദ്ധിച്ച ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആവശ്യമായ അളവിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അതാണ് ഈ പ്രളയം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം. അത്തരം ദൗത്യങ്ങൾ നിർവഹിക്കുന്ന യുവാക്കളെയും സന്നദ്ധ സംഘടനകളെയും നാം എല്ലാ അർത്ഥത്തിലും മതജാതി വ്യത്യാസങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ ഭേദങ്ങൾക്കും അതീതമായി അത്തരം യുവാക്കളെയും സന്നദ്ധ സംഘടനകളെയും പ്രോത്സാഹിപ്പിക്കുവാൻ സമൂഹത്തിന് സാധ്യമാവണം. അവരെ പിന്തുണക്കണം എന്നുള്ളതാണ്. കാരണം ദുരിതം അനുഭവിക്കുന്നവരെ സാമ്പത്തികമായും ശാരീരികമായും സഹായിക്കുക എന്നത് കേവലം സാമൂഹിക സേവനം മാത്രമല്ല, അത് ദീനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ദൈവാരാധനയാണ്. ജനസേവനം ഏറ്റവും വലിയ ദൈവാരാധനയാണ്. പ്രത്യേകിച്ചും ദുരിതം അനുഭവിക്കുന്ന ഘട്ടങ്ങളിൽ അവരിലേക്ക് ത്യാഗപൂർവം ഇറങ്ങിച്ചെന്നുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ ഭാഷയിൽ കേവലം സാമൂഹിക പ്രവർത്തനമല്ല, അത് അല്ലാഹുവിന്റെ അടുക്കൽ നാളെ വലിയ പുണ്യം ലഭിക്കുന്ന ജനസേവനം, ദൈവാരാധനയാവുന്ന ജനസേവനമാണ്. ധാരാളം പ്രവാചക വചനങ്ങളിലാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഒരു ജനതയുടെ നേതാവെന്ന് പറയുന്നത് അവരെ നിരന്തരമായി സേവിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. മൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയാ ഫറജല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ഒരു മനുഷ്യന്റെ ഈ ലോകത്തിലെ പ്രയാസം ഒരാൾ ദൂരീകരിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അവന്റെ പ്രയാസങ്ങളെ അല്ലാഹു ദൂരീകരിക്കും.
അള്ളാഹു തുറസാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, വമൻ യസ്സറ അലാ മുഅസ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽ ആഖിറ. പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ഒരാൾ എളുപ്പം നൽകി കഴിഞ്ഞാൽ അല്ലാഹു തആല ഇഹലോകത്തും പരലോകത്തും ക്ലേശകരമായ സാഹചര്യങ്ങളിൽ അയാൾക്ക് ധാരാളം എളുപ്പങ്ങൾ സമ്മാനിക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. അള്ളാഹു തന്റെ അടിമയെ സഹായിച്ചു കൊണ്ടിരിക്കും. അടിമ തന്റെ സഹപ്രവർത്തകനെ, സഹജീവിയെ സഹായിക്കുന്നിടത്തോളം അള്ളാഹു തന്റെ അടിമയെ സഹായിച്ചു കൊണ്ടേയിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ ഹദീസുകളാണ്. ഇതൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദുരിതാശ്വാസത്തിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്ന വചനങ്ങളാണ്. എല്ലാറ്റിലും പൊതു സംവിധാനങ്ങളുടെ ഇടപെടലുകൾക്ക് കാത്തു നിൽക്കാതെ ദുരിതക്കയത്തിൽ മുങ്ങുന്ന മനുഷ്യരെ രക്ഷപ്പെടുത്താൻ അത്യാവശ്യമായതെന്തോ അത് കാലതാമസമില്ലാതെ നിർവഹിക്കുക, കാലതാമസമില്ലാതെ ചെയ്യുക എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയുടെയും എന്നല്ല, ഓരോ പൗരന്റെയും ബാധ്യതയാണ്. എല്ലാവർക്കും ആ ബാധ്യതയുണ്ടെങ്കിലും പരിശീലനം സിദ്ധിച്ച ഒരു സംഘം എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാവുക, അതിനുള്ള ഒരു കരുതൽ സമൂഹത്തിനുണ്ടാവുക എന്നത് ഈ കാലഘട്ടത്തിൽ വളരെയധികം അനിവാര്യമായിട്ടുള്ള സംഗതിയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അത്തരം ഒരു കൂട്ടായ്മ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാവുക എന്നതാണ് ഈ പ്രളയ സമാനമായ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ, അതല്ലെങ്കിൽ അത്തരത്തിൽ ഒരാഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. മൂന്നാമതായി പറയാനുള്ളത്, പ്രളയങ്ങൾ നമ്മെ പഠിപ്പിച്ച മനുഷ്യത്വത്തെ സംബന്ധിച്ചാണ്. മനുഷ്യത്വം പഠിപ്പിച്ചിട്ടുണ്ട് പ്രളയങ്ങൾ. നമുക്ക് ധാരാളം പ്രയാസങ്ങൾ, പ്രത്യേകിച്ചും അത് അനുഭവിച്ച ആളുകൾക്ക് ധാരാളം ക്ലേശങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതോടൊപ്പം തന്നെ മനുഷ്യത്വത്തിന്റെ പാഠങ്ങളും ഓരോ വർഷത്തെ പ്രളയങ്ങളും സമ്മാനിച്ചു. വർഗീയ വിഭാഗീയ ചിന്തകളിലൂടെ ഭിന്നിച്ചു പോകേണ്ടുന്നവരല്ല മനുഷ്യർ എന്ന് മഴക്കെടുതികൾ നമ്മോട് പറഞ്ഞു എന്നുള്ളതാണ്. ക്യാമ്പുകളിലേക്ക് മരുന്നുകൾ എത്തിക്കുമ്പോഴും ആവശ്യമായ ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്യുമ്പോഴും വെള്ളമിറങ്ങിയ വീടുകളെ, മസ്ജിദുകളെ, ക്ഷേത്രങ്ങളെ, ചർച്ചുകളെ ശുചീകരിക്കുമ്പോഴും അവിടെ കൂമ്പാരമായി കടന്നിരുന്ന മണ്ണും മാലിന്യവും നീക്കുമ്പോഴും നാം കാണുന്ന ഒരു ഐക്യമുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്, ഒരു ഒരുമയുണ്ട്. ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായ പരസ്പര സ്നേഹമുണ്ട്. സഹോദരങ്ങളെ, വ്യത്യസ്തങ്ങളായ മതവിശ്വാസങ്ങളോടൊപ്പം തന്നെ ആ മനുഷ്യത്വമാണ് ഈ നാടിൽ എന്നെന്നും നിലനിൽക്കേണ്ടത്. പ്രളയകാലത്ത് മാത്രം നിലനിൽക്കേണ്ടതല്ല, ഈ നാട്ടിലെന്നല്ല ലോകത്തുടനീളം എക്കാലത്തും നിലനിൽക്കേണ്ടത് ആ മനുഷ്യത്വമാണെന്ന് ഓരോ പ്രളയങ്ങളും നമ്മോട് പറഞ്ഞു എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനം മനുഷ്യരെ മാത്രം രക്ഷിക്കല്ല, മനുഷ്യരെ രക്ഷിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ മാനവികമായ പ്രവർത്തനമാണ്. അതിനോളം ഉയർന്ന ഒരു ദൈവാരാധനയുമില്ല. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീആ. മരണക്കയത്തിലേക്ക് മുങ്ങുന്ന ഒരു മനുഷ്യൻ ആരെങ്കിലും രക്ഷപ്പെടുത്തുന്നുവെങ്കിൽ മുഴുവൻ മനുഷ്യരെയും, ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതിന് തുല്യമായ പ്രവൃത്തിയാണ് അയാൾ ചെയ്യുന്നത്. മനുഷ്യരെ രക്ഷപ്പെടുത്തുക, മനുഷ്യന്റെ കൃപ, അവന്റെ കാരുണ്യം, അവന്റെ സ്നേഹം അത് മനുഷ്യരോട് മാത്രമല്ല പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളോടും ഉണ്ടാവണം. അതാണ് പ്രളയം നമ്മെ പഠിപ്പിച്ച വലിയൊരു പാഠം. വളർത്തുനായ്ക്കൾ, വളർത്തുപൂച്ചകൾ, അതുപോലെ തന്നെ വളർത്തുപക്ഷികൾ, എല്ലാത്തിനെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എല്ലാം ഏതളവിൽ വിജയിച്ചു എന്ന് വേറൊരു വിഷയമാണ്. പക്ഷേ ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. എല്ലാ ജീവജാലങ്ങളോടും വേണ്ടതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. മനുഷ്യർക്കിടയിൽ മാത്രം ഉണ്ടാവേണ്ടുന്നതല്ല, എല്ലാ ജീവജാലങ്ങളോടും മനുഷ്യത്വം വേണമെന്ന വലിയ പാഠം. യഥാർത്ഥത്തിൽ അത് മതം പഠിപ്പിക്കുന്ന മാനവികത കൂടിയാണ്. ദാഹിച്ചവശനായ ഒരു നായ, ആ നായയെ കാണുമ്പോ മണ്ണ് കപ്പുന്ന നായ, ആ നായയെ കാണുമ്പോ കിണറിലിറങ്ങി തന്റെ ഷൂവിൽ കുറച്ച് വെള്ളം നിറച്ച് ആ വെള്ളം കൊണ്ടുപോയി കൊടുത്ത് ആ നായ ആ വെള്ളം കുടിച്ചപ്പോൾ ആ മനുഷ്യനെ പടച്ചതമ്പുരാൻ പുറത്തു കൊടുക്കുകയും അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും അയാളെ സ്വർഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച പാഠം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിലാണ് പ്രവാചകൻ ഈ സംഭവം വിശദീകരിക്കുമ്പോൾ
ചോദിക്കുമ്പോഴാണ് പ്രവാചകാനുയായികൾ ശിഷ്യന്മാര് ചോദിക്കുന്ന, അല്ലാഹുവിന്റെ ദൂതരെ, വഇന്നലനാ ഫിൽ ബഹായിമി അജ്റാ, കാലികൾക്ക് കൊടുത്താലും ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമോ, കാലികൾക്ക് കൊടുത്താലും മൃഗങ്ങൾക്ക് കൊടുത്താലും ഞങ്ങൾക്ക് കൂലി ലഭിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഫഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ കുല്ലി കബദിൻ റതുബത്തിൻ അജ്ർ, പച്ചക്കരളുള്ള ഏത് ജീവിക്ക് നിങ്ങൾ കൊടുത്താലും പ്രതിഫലമുണ്ട്. പച്ചക്കരളുള്ള ഏത് ജീവിക്കും, അത് ദാഹിക്കും, അതിന് വെള്ളം കൊടുത്താലും വിശക്കുമ്പോ അതിന് ഭക്ഷണം കൊടുത്താലും എന്ന് മാത്രമല്ല, അത് മരണത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ, അത് ജീവൻ പോകുന്ന ഒരവസ്ഥയിൽ അതിന്റെ രക്ഷകനായിട്ട് നിങ്ങൾ മാറുമ്പോ യഥാർത്ഥത്തിൽ അത് വലിയ പുണ്യപ്രവൃത്തിയാണ്, അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്. എന്ന് മാത്രമല്ല, അതിനെല്ലാമുള്ള കടപ്പാടുകൾ നിങ്ങൾക്കുണ്ട് എന്നാണ് ഈ പ്രളയം. അത് യഥാർത്ഥത്തിൽ മതത്തിന്റെ മാനവികതയും കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രളയം തന്നെ പഠിപ്പിച്ച പാഠം, ആ പാഠം മതത്തിന്റെ മാനവികതയാണ്, മതത്തിന്റെ മനുഷ്യത്വമാണ്. മതജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യർക്കിടയിൽ ഈ കാരുണ്യം ഉണ്ടാവണം. അവിടെ ചർച്ചല്ലേ, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അത് ബാധകമല്ലല്ലോ എന്ന് ചിന്തിക്കുന്നില്ല, ചിന്തിക്കാനും പാടില്ല. അവിടെ ചളിയുണ്ടെങ്കിൽ, അവിടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനത്തിൽ മസ്ജിദുകളുടെ ആളുകളും അതുപോലെ ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളും അതുപോലെ തന്നെ അവിടുത്തെ ഭക്തന്മാരും മസ്ജിദുകളിലെ വിശ്വാസികൾ എല്ലാവരും ഒരുമിച്ച് ചേരുകയാണ്. ക്ഷേത്രങ്ങൾ വൃത്തിയാക്കാനും എല്ലാവരും ഒരുമിച്ച് ചേരുകയാണ്. അതുപോലെ മസ്ജിദുകൾ വൃത്തിയാക്കാനും എല്ലാവരും ഒരുമിച്ച് ചേരുകയാണ്. മതജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായ ഒരുമ, ഐക്യം, പരസ്പര സ്നേഹം. സഹോദരങ്ങളെ, അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യർക്കിടയിൽ വേണ്ടത്. മനുഷ്യർക്കിടയിലെ ഈ പരസ്പര സ്നേഹം അത് മനുഷ്യർക്കിടയിൽ മാത്രം പരിമിതപ്പെടേണ്ടതല്ല. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളോടും വേണ്ടത് ഈ കാരുണ്യമാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളോടും വേണ്ടത് ഈ സ്നേഹമാണെന്ന് കൂടി യഥാർത്ഥത്തിൽ ഈ കാലം അത് ദുരിതകാലമാണെങ്കിലും നമ്മെ പഠിപ്പിച്ചു. അത് അനുഭവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത ദുരിതകാലമാണെങ്കിലും അവിടെയും നമുക്ക് ചില പാഠങ്ങൾ സമ്മാനിക്കുവാൻ, സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റേതുമായ അധ്യാപനങ്ങൾ നൽകുവാൻ സാധ്യമായി എന്നുള്ളതാണ് സഹോദരങ്ങളെ. നാലാമതായി പറയാനുള്ളത്, സബറിലൂടെയും തൗബയിലൂടെയും അഥവാ ക്ഷമയിലൂടെയും പശ്ചാത്താപത്തിലൂടെയും അള്ളാഹുവിനോട് കുറെ അടുക്കുവാൻ, ധാരാളമായിട്ട് അടുക്കുവാൻ. ഓരോ പ്രളയ വാർത്തകളും അനുഭവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രളയാനുഭവങ്ങളും പ്രചോദനമായി എന്നുള്ളതാണ്. സബറിലൂടെയും തഖ്വയിലൂടെയും അല്ലാഹുവിലേക്ക് അടുക്കുവാൻ ഓരോ പ്രളയാനുഭവങ്ങളും അനുഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രചോദനമായി. വാർത്തകൾ നമ്മെപ്പോലെ കേട്ടവരെ സംബന്ധിച്ചിടത്തോളം നമുക്കും സബറിലൂടെയും അതുപോലെ തൗബയിലൂടെയും അല്ലാഹുവിലേക്ക് അടുക്കുവാൻ ഈ വാർത്തകളെല്ലാം പ്രചോദനമാവണം എന്നുള്ളതാണ്. അതാണ് അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ഈ കാലം നിങ്ങൾക്ക് അല്ലാഹുവിനെ തള്ളി പറയാനുള്ള കാലമല്ല. ഈ കാലം നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള കാലമാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കണേ. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, നിശ്ചയം അല്ലാഹു തആല ക്ഷമാലുക്കളുടെ കൂടെയാണ്, ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയാണ്. സഹോദരങ്ങളെ, പ്രതിസന്ധികൾക്കിരയായവരെ സംബന്ധിച്ചിടത്തോളം നാഥൻ അവരെ നശിപ്പിക്കുകയല്ല, മറിച്ച് ഈ പരീക്ഷണങ്ങളിലൂടെ അവർക്കിങ്ങനെ ധാരാളമായിട്ട് ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അവരുടെ പാപങ്ങൾ കൂടുതൽ മായ്ക്കപ്പെടുവാനുമുള്ള അവസരം പടച്ചതമ്പുരാൻ അവർക്ക് നൽകിയതാണ്. ഇങ്ങനെ പോസിറ്റീവായിട്ട് അതിനെ വായിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പ്രളയാനുഭവങ്ങൾ അനുഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തോ മോശക്കാരി എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതിൽ എന്തെങ്കിലും മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൂടി ബാധകമാണ്. പക്ഷെ ഇതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണ ഘട്ടത്തിൽ ക്ഷമിക്കുകയും ആ ക്ഷമയുടെ പ്രതിഫലം നേടുകയും ചെയ്യുക എന്ന ഒരു അനുഗ്രഹം കൂടി ഇത് അനുഭവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വതമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു പറഞ്ഞതാണല്ലോ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണല്ലോ, ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും സമ്പത്തും ശരീരങ്ങളും കായ്ക്കനികളും ചുരുക്കിക്കൊണ്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. പക്ഷേ അവിടെ നിങ്ങൾ അല്ലാഹുവിനെ തള്ളി പറയുന്നവരായി മാറാൻ പാടില്ല. വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ക്ഷമിക്കുന്ന ആളുകൾ അവർ പടച്ചോനെ ഒരിക്കലും ആക്ഷേപിക്കില്ല. അവർ അല്ലാഹുവിനോട് അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. എങ്ങനെയാ പറയുന്നത്? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവരെ എന്തെങ്കിലും ദുരിതങ്ങൾ ബാധിച്ചാൽ ഖാലൂ, അവരെ പറയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിശ്ചയം
പടച്ചവരെ ഞങ്ങൾ അല്ലാഹുവേ നിനക്കുള്ളതാണ്, നിശ്ചയം ഞങ്ങളുടെ മടക്കം നിന്നിലേക്കാണ്. അല്ലാഹുവേ ഞങ്ങൾ നിനക്കുള്ളതാണ്, പടച്ചവനെ ഞങ്ങളുടെ മടക്കം നിന്നിലേക്കാണെന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഇത് മരണഘട്ടത്തിൽ മാത്രം പറയേണ്ട, മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രം പറയേണ്ട വാക്കല്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ദുരിത വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോ തൊട്ടടുത്ത ദിവസം പത്രങ്ങളിൽ ഈ പ്രളയ വാർത്ത അത് കേൾക്കാതിരിക്കട്ടെ, ഇനി നമ്മളത് കേൾക്കാതിരിക്കട്ടെ. അല്ലാഹു തആല ഇനിയും പ്രളയത്തിന്റെ ദുരിതങ്ങൾ നമ്മെ കേൾപ്പിക്കാതിരിക്കട്ടെ. സഹോദരങ്ങളെ, ഓരോ ദുരന്തങ്ങളും കേൾക്കേണ്ടുന്ന അവസരങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ വിശ്വാസികൾ പറയേണ്ടത് എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അക്കൂട്ടർ അവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കാരുണ്യവും വലിയ അനുഗ്രഹങ്ങളുമാണ് ലഭിക്കാൻ പോകുന്നത്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അക്കൂട്ടർ അവരാണ് സന്മാർഗം പ്രാപിച്ച ആളുകൾ. എന്ത് ദുരിതം ഏറ്റുവാങ്ങുമ്പോഴും, ഒരു മുള്ള് തറക്കുമ്പോൾ പോലും ഹത്ത ശൗക്കത്ത യുശാഖുഹ, സത്യവിശ്വാസിയെ ഒരു മുള്ള് തറക്കുമ്പോൾ പോലും അവിടെ വിശ്വാസിയുടെ പാപങ്ങൾ മാഞ്ഞു പോകുന്നുണ്ടെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് ദുരിതത്തിൽ ഇരയായാലും വേണ്ടത് ആ പരീക്ഷണത്തിൽ ക്ഷമിക്കാൻ, ക്ഷമയോടുകൂടി അതിജീവിക്കാനുള്ള മനസ്സാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള മനസ്സാണ് സഹോദരങ്ങളെ വേണ്ടത്. ക്ഷമയോടൊപ്പം വേണ്ടത് തൗബയാണ്, പശ്ചാത്താപമാണ്. തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ചിന്തയാണ്. പടച്ചോനെ, എന്റെ ജീവിതത്തിൽ നമ്മളും ചിന്തിക്കണം. ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ മാത്രമല്ല, ഈ വാർത്ത കേൾക്കുന്ന നമ്മളും ചിന്തിക്കണം. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ, മലയാളികളുടെ ജീവിതത്തിൽ വല്ലതും സംഭവിക്കുന്നുണ്ടോ? നിനക്ക് ഇഷ്ടപ്പെടാത്തത് വല്ലതെന്ന് പറഞ്ഞ് സംഭവിക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞങ്ങളാകുന്ന ഈ വിശ്വാസികളാകുന്ന സമൂഹം, പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വല്ലതും സംഭവിക്കുന്നുണ്ടോ? നീ ഇച്ഛിക്കാത്തത്, നീ ഇഷ്ടപ്പെടാത്തത് അല്ലാഹുവേ സംഭവിക്കുന്നുണ്ടെങ്കിൽ പടച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മവിചാരണ, സ്വയം വിചാരണ നടത്തേണ്ടുന്ന സന്ദർഭമാണ്. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഓരോരുത്തരും സ്വയം വിചാരണ ചെയ്യണേ എന്ന് പറഞ്ഞല്ലോ. സ്വയം വിചാരണക്കുള്ള സന്ദർഭമാണ്. പടച്ചവനിലേക്ക് മടങ്ങാൻ, പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള സന്ദർഭമാണ്. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ശക്തമായ കാറ്റടിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിക്കും, പ്രളയ സമാനമായ ഒരു സാഹചര്യം, പ്രളയം വേണ്ട, വലിയൊരു മഴ, ആ മഴയുടെ മുന്നോടിയായിട്ടുള്ള കാറ്റ് ശക്തിപ്പെടുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബി. പടച്ചതമ്പുരാനെ, ഈ കാറ്റിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ആ നന്മ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അല്ലാഹുവേ, അതിലടങ്ങിയ ഖൈറിനെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. പടച്ചതമ്പുരാനെ, ഈ കാറ്റ് ഏതൊന്നുമായിട്ടാണോ അയക്കപ്പെട്ടിരിക്കുന്നത് ആ നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. തീർന്നില്ല. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന വീണ്ടും തുടരും. വഅഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉർസിലത് ബി. പടച്ചതമ്പുരാനെ, ഈ കാറ്റിൽ എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ ആ തിന്മയിൽ നിന്ന് പടച്ചവന് ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. എന്തെങ്കിലും ഉപദ്രവങ്ങൾ, എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഈ കാറ്റിലുണ്ടെങ്കിൽ അല്ലാ, അതിൽ നിന്ന് ഞാനിതാ നിന്നോട് അഭയം തേടുന്നു. വ ശർരി മാ ഫീഹാ, അതിലടങ്ങിയ തിന്മയിൽ നിന്ന് ഞാനിതാ നിന്നോട് അഭയം തേടുന്നു. വ ശർരി മാ ഉർസിലത് ബി, ഈ കാറ്റ് ഏതൊന്നുമായിട്ടാണോ, ഏതൊരു തിന്മയോ ഏതൊരു ഉപദ്രവമായിട്ടാണോ, പരീക്ഷണവും ശിക്ഷയുമായിട്ടാണോ അയക്കപ്പെട്ടിട്ടുള്ളത്, പടച്ചവനെ അതിൽ നിന്ന് എന്നെ നീ കാക്കണേ എന്ന് അല്ലാഹുവിനോട് പ്രവാചകൻ അഭയം തേടുമായിരുന്നു. ഒരു ശക്തമായ കാറ്റടിക്കുമ്പോൾ റസൂലുള്ളാഹി പറയുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉർസിലത് ബി. തുടർന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആകാശം മേഘാവൃതമായി കനത്ത മഴയുടെ ലക്ഷണം കണ്ടാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖഛായ തന്നെ മാറുമായിരുന്നു. റസൂലുള്ളാഹിന്റെ മുഖഭാവം തന്നെ ശക്തമായൊരു മഴ പെയ്യാൻ വേണ്ടി മേഘം മൂടിക്കെട്ടി നിൽക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുഖഭാവം മാറുകയാണ്. അവിടുന്ന് അസ്വസ്ഥനായി വീടിന്റെ അകത്തേക്കും പുറത്തേക്കും ഇറങ്ങി നടക്കുകയും മുന്നോട്ടും പിന്നോട്ടും നീങ്ങുകയും ചെയ്യും. എന്നാൽ മഴ പെയ്തു കഴിഞ്ഞാലോ റസൂലുള്ളാഹിന്റെ ആശങ്കകളൊക്കെ നീങ്ങി. മഴ പെയ്തു കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ആശങ്കകളൊക്കെ നീങ്ങി.
അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, എന്താ പ്രവാചകരെ മേഘമൊന്ന് ശക്തമായി മൂടിക്കെട്ടുമ്പോ താങ്കൾ ഇങ്ങനെ പരിഭ്രാന്തനായിട്ട് മാറുന്നത്? എന്താ പ്രവാചകരെ കാര്യമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, ലഅല്ലഹു യാ ആയിഷ കമാ ഖാല ഖൗമു ആദിൻ. ആയിഷ, ആദ് ജനത പറഞ്ഞതുപോലെ ഒരു സംഭവമായിട്ട് മേഘം മാറുമോ എന്ന് ഞാൻ ആശങ്കിക്കുകയാണ്. ഓരോ മേഘം ശക്തമായി മൂടിക്കെട്ടുമ്പോഴും എനിക്ക് ആ ഒരു ആശങ്കയും ആ ഒരു ഭയവും തോന്നുകയാണ്. ആദ് ജനതയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഫലമ്മാ റഅൂഹു ആരിലൻ മുസ്തഖ്ബില ഔദിയതിഹിം ഖാലൂ ഹാദാ ആരിലുൻ മുംതിറുനാ. ഒരു മേഘം, ഒരു ശക്തമായ മേഘം അവരുടെ താഴ്വരകൾക്ക് അഭിമുഖമായിട്ട് നിന്നപ്പോൾ അവര് പറഞ്ഞു, ഇതാ നമുക്ക് ജലസേചനത്തിനും മറ്റെല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടി ഒരു നല്ല മഴ വരാൻ പോവുകയാണ്. പക്ഷെ അതൊരു നല്ല മഴയായിരുന്നില്ല. അത് ആദ് ജനതയെ തന്നെ ഉന്മൂലനം ചെയ്യുന്ന ഒരു വലിയ ഒരു ശിക്ഷയായിരുന്നു. ആ ശിക്ഷയെ മുന്നിൽ കണ്ടപ്പോൾ അവര് സന്തോഷിച്ചു. അവര് കരുതിയത് അവരുടെ താഴ്വരകൾക്ക് അനുഗ്രഹമായിട്ട് മാറുന്ന ഒരു മഴയായിട്ട് അത് നിലനിൽക്കും എന്നുള്ളതാണ്. അതുപോലെ ആദ് ജനതയ്ക്ക് വന്ന ശിക്ഷയെ പോലെ ഇത്തരം മേഘങ്ങൾ മാറുമോ എന്ന് ഞാൻ ആശങ്കിക്കുന്ന സഹോദരങ്ങളെ. അതുകൊണ്ട് അവിടെയും ഒരു ചിന്ത നമുക്ക് വേണം. ഈ പ്രളയ വാർത്തകൾക്കിടയിൽ നമുക്ക് വേണ്ടത് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള മനസ്സാണ്. വല്ലാത്തൊരു സുഖിയൻ ജീവിതം, സൗകര്യങ്ങളുടേതായ സുഖ സന്തോഷത്തിൻ്റെതായ വല്ലാത്തൊരു ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺലൈനിലും ഓഫ്ലൈനിലും അനുഭവിച്ചും ആസ്വദിച്ചും കൊണ്ടിരിക്കുന്ന ഹറാമുകൾ ഉണ്ടെങ്കിൽ, തെറ്റായ നോട്ടങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ അതിനോടെല്ലാം വിട പറഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരമാണ് സഹോദരങ്ങളെ. പ്രകൃതി ദുരന്തങ്ങളിലൂടെ നാശം വിതക്കാതിരിക്കണമെങ്കിൽ നാം സ്വയം നന്നായാൽ മാത്രം പോരാ, നമ്മുടെ കുടുംബത്തെ, സമൂഹത്തെ നന്നാക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം. നിങ്ങളിൽ അക്രമികളെ മാത്രം പിടികൂടാത്ത ശിക്ഷയെ സംബന്ധിച്ച്, അവരെ മാത്രം പിടികൂടി അക്രമികളെ മാത്രം തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കാത്ത ശിക്ഷകളുണ്ട്. അതിൽ നല്ല ആളുകളും പെട്ടുപോകും. അങ്ങനെയുള്ള ശിക്ഷയെ സംബന്ധിച്ച് നിങ്ങൾ വലിയ ജാഗ്രത കൈകൊള്ളണം. എങ്ങനെയാ ജാഗ്രത? ആളുകളെ ഉപദേശിച്ചുകൊണ്ട്, ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, ഇപ്പറയുന്ന ലിബറൽ അരാജക സുഖിയൻ ജീവിതത്തിൽ നിന്നും, മുതലാളിത്ത ധൂർത്തൻ പൊങ്ങച്ചങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും സംസ്കരിക്കാനുള്ള, വിമോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വയം നന്നാവുക, അല്ലാഹുവിലേക്ക് മടങ്ങുക, കുടുംബത്തെയും സമൂഹത്തെയും സംസ്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ ദാനധർമ്മങ്ങൾ, വിശേഷിച്ചും സ്വകാര്യമായിട്ടുള്ള ദാനധർമ്മങ്ങൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അസ്വദഖത്തു റദ്ദുൽ ബലായ. ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത് പരീക്ഷണങ്ങളെ തട്ടിമാറ്റുന്നതാണ്. ഇന്ന സ്വദഖത്ത സിർരി തുത്ഫിഉ ഗളബർ റബ്ബ്. സ്വകാര്യമായ ദാനധർമ്മങ്ങൾ വിശേഷിച്ചും അല്ലാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയുന്നതാണ്. വസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅ കമാ യുത്ഫിഉൽ മാഉൻ നാറ. ദാനധർമ്മങ്ങൾ പാപങ്ങളെ മായ്ച്ചു കളയും, ചെയ്തുപോയ പാപങ്ങളെ മായ്ച്ചു കളയും. എപ്രകാരമാണോ അഗ്നിയെ ജലം കെടുത്തിക്കളയുന്നത്, അതുപോലെ ദാനധർമ്മങ്ങൾ പാപങ്ങളെ ശുദ്ധീകരിച്ചു കളയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതെല്ലാം തന്നെ പശ്ചാത്താപത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തൗബയിലൂടെ, അതുപോലെ തന്നെ സബറിലൂടെ അല്ലാഹുവിലേക്ക് ധാരാളമായിട്ട് അടുക്കാനുള്ള സന്ദർഭമാണ്. അതാണ് നാലാമതായിട്ട് സൂചിപ്പിക്കാനുള്ളത്. പ്രളയഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ട അഞ്ചാമത്തെ ആശയം അത് പ്രകൃതിയുടെ സംരക്ഷണമാണ്. പ്രകൃതിയെ നശിപ്പിക്കേണ്ടുന്നവരല്ല നമ്മൾ. പ്രകൃതിയെ നമ്മുടെ സന്താനങ്ങളെ പോലെ, നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ പരിപാലിക്കേണ്ടുന്നവരാണ്, സംരക്ഷിക്കേണ്ടുന്നവരാണ് നമ്മൾ സഹോദരങ്ങളെ. അള്ളാഹു വെള്ളത്തിന് ഭൂമിയിൽ താമസ സൗകര്യം ഒരുക്കി എന്നാ ഖുർആൻ പറഞ്ഞത്. എന്താ ഖുർആൻ പറഞ്ഞത്? അള്ളാഹു വെള്ളത്തിന് ഭൂമിയിൽ താമസ സൗകര്യം ഒരുക്കി. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദറിൻ ഫഅസ്കന്നാഹു ഫിൽ അർദ് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദറിൻ. ഒരു നിശ്ചിത അളവിൽ അല്ലാഹു തആല മാനത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു. ഫഅസ്കന്നാഹു ഫിൽ അർദ്. ഭൂമിയിൽ ആ മഴയെ അല്ലാഹു താമസിപ്പിച്ചു എന്നാണ്. വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. ആ മഴവെള്ളത്തെ പോക്കിക്കളയാൻ അല്ലാഹു പറയാണ്, അല്ലാഹു കഴിവുള്ളവനാണ്. സഹോദരങ്ങളെ, ഭൂഗർഭജലം, അതുപോലെ തന്നെ കിണറുകൾ, ഉറവകൾ, ഇവയെല്ലാം തന്നെ വെള്ളത്തെ അല്ലാഹു താമസിപ്പിച്ച ഇടങ്ങളാണ്. അതൊക്കെ വെള്ളത്തിന്റെ വീടുകളാണ്, വെള്ളത്തിന്റെ താമസ സ്ഥലങ്ങളതാണ് ഭൂഗർഭജലം, അതുപോലെ കിണറുകൾ, ഉറവകൾ, ഇവയെല്ലാമാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ ചെയ്യുന്നത് എന്താണ്? മനുഷ്യൻ ചെയ്യുന്നത് വെള്ളത്തിന്റെ ആ താമസ
ആവാസ സൗകര്യങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. കോൺക്രീറ്റ് ചെയ്ത നഗരങ്ങൾ, ഇന്റർലോക്ക് ചെയ്ത മുറ്റങ്ങൾ, അതുപോലെ തന്നെ നികത്തിയ വയലുകൾ, മൂടിയ കുളങ്ങൾ, തൈൽഭാഗിയ പറമ്പുകൾ, ഇവയെല്ലാം ചെയ്യുന്നത് ഒരൊറ്റ കാര്യമാണ്, അതായത് വെള്ളത്തിന് ഭൂമിയിൽ താമസിക്കാനുള്ള അവകാശം നിഷേധിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും വെള്ളം പഴയ കാലങ്ങളിൽ പൊങ്ങാത്തിടങ്ങളിലെല്ലാം ഇപ്പോൾ വെള്ളം പൊങ്ങുന്നു. ആ വെള്ളപ്പൊക്കമാണ്, ആ പ്രളയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയോട് ഇണങ്ങുന്ന വികസനത്തിലേക്ക് മനുഷ്യൻ മടങ്ങുക എന്നത് മാത്രമാണ് പരിഹാരം എന്ന് പറയുന്നത്. പ്രളയമുഖത്ത് സഹോദരങ്ങളെ 5 കാര്യങ്ങളാണ്, ആത്മീയതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് 5 കാര്യങ്ങളാണ് നാം ഉണർത്തിയത്. ആ കാര്യങ്ങൾ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തേത് പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ എന്നതുപോലുള്ള പ്രാർത്ഥനകൾ. പടച്ചവനെ, ഞങ്ങൾക്ക് ചുറ്റും മതി, ഞങ്ങൾക്ക് മീതെ, ഞങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള മഴയാക്കി ഇതിനെ മാറ്റല്ലേ എന്ന പ്രാർത്ഥന ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. 2, പ്രളയം വർദ്ധിക്കുന്ന ഇക്കാലത്ത് പരിശീലനം സിദ്ധിച്ച ദുരിതാശ്വാസ പ്രവർത്തകരെ ആവശ്യമായ അളവിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രളയകാലത്തുള്ള മനുഷ്യത്വത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും പാഠങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോവാതിരിക്കുക എന്നുള്ളതാണ്. 4ാമത്തെ സംഗതി ക്ഷമയും പശ്ചാത്താപവും. ക്ഷമയും പശ്ചാത്താപ ചിന്തയും വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. 5, പ്രകൃതിയോട് ഇണങ്ങിയ വികസനം എന്ന നിലപാടിൽ കർക്കശമായി നിലനിൽക്കുക എന്നുള്ളതാണ്. ഇത്തരം നിലപാടുകളെ പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. യഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. Yeah.